നമസ്കാരം. കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയിൽ സന്ദർശനം നടത്താൻ ക്ഷണിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US സന്ദർശിക്കാനുള്ള ട്രംപിന്റെ ക്ഷണം നിരസിച്ച മോദി മുൻ നിശ്ചയിച്ചപ്രകാരം ക്രൊയേഷ്യയിലേക്ക് തിരിച്ചു. G7 രാജ്യങ്ങളുടെ ഉച്ചകോടിക്കായി കാനഡയിലെത്തിയ മോദിയോട് അവിടുത്തെ സന്ദർശനത്തിന് ശേഷം US വരാനായിരുന്നു ട്രംപ് ക്ഷണിച്ചത്. ഇരു നേതാക്കളും 35 മിനിറ്റ് നേരം ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഈ ഫോൺ കോളിലായിരുന്നു US സന്ദർശിക്കാൻ ട്രംപ് മോദിയെ ക്ഷണിച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. എന്നാൽ ക്ഷണം നിരസിച്ച മോദി ക്രൊയേഷ്യയ്ക്ക് തിരിക്കുകയായിരുന്നു. കാനഡയിൽ നിന്ന് ക്രൊയേഷ്യയിലേക്കുള്ള യാത്ര മോദി നേരത്തെ തീരുമാനിച്ചതായിരുന്നു. ഇതേ തുടർന്നാണ് ട്രംപിന്റെ ക്ഷണം അദ്ദേഹം നിരസിച്ചത്. സമീപഭാവിയിൽ തന്നെ കൂടിക്കാഴ്ച നടത്താമെന്ന് ഇരു നേതാക്കന്മാരും സമ്മതിച്ചു. അതിനിടെ ക്വാഡ് രാജ്യങ്ങളുടെ അടുത്ത യോഗത്തിൽ പങ്കെടുക്കാനായി മോദി ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച ട്രംപ് ഇന്ത്യയിലെത്താൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞതായി മിശ്രി കൂട്ടിച്ചേർത്തു. ടെലിഫോൺ സംഭാഷണത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറഞ്ഞ മോദി വെടിനിർത്തലിൽ ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ലെന്നും ഇനി സ്വീകരിക്കില്ലെന്നും ട്രംപിനെ അറിയിച്ചിരുന്നു. തീവ്രവാദത്തോട് സന്ധിയില്ലെന്നും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതോടെയാണ് സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതെന്നും മോദി ട്രംപിനോട് പറഞ്ഞു. വെടിനിർത്തലിന് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ വാദത്തെ തള്ളുന്നതായിരുന്നു മോദിയുടെ പ്രസ്താവന. ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയും ഇരു നേതാക്കളും സംസാരിച്ചിരുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും ട്രംപ് അന്ന് നൽകിയിരുന്നു. അതിനുശേഷം ഇതാദ്യമായാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിക്കുന്നത്. ഇരു നേതാക്കളും നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മധ്യസ്ഥത സംബന്ധിച്ച് സംസാരിച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് നേരത്തെ US മടങ്ങിയതിനാൽ ഇരു നേതാക്കൾക്കും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചിരുന്നില്ല. ട്രംപിന്റെ അഭ്യർത്ഥന പ്രകാരം നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഈ വിഷയം ഉയർന്നു വന്നതെന്ന് വിക്രം മിശ്രി പറഞ്ഞു. ഇരുവരും 35 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചുവെന്നും മിശ്രി പറയുന്നു. ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല, ഒരിക്കലും സ്വീകരിക്കുകയില്ലെന്നും മോദി ട്രംപിനോട് പറയുകയായിരുന്നു. മെയ് 7 മുതൽ 10 വരെയുണ്ടായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 4 ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലുകളിലൊന്നും ഇന്ത്യ US വ്യാപാര കരാർ അല്ലെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനും ഇടയിൽ അമേരിക്കയുടെ മധ്യസ്ഥത തുടങ്ങിയവ ചർച്ചയായിട്ടില്ലെന്നും മോദി ട്രംപിനോട് വ്യക്തമാക്കി. മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതായി ആദ്യമായി പ്രഖ്യാപിച്ചത് ട്രംപാണ്. ഒരു ഔദ്യോഗിക അമേരിക്കൻ പ്രസ്താവനയിൽ ഈ സംഭവ വികാസത്തെ അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തലായിട്ടാണ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. അതിനുശേഷവും പലതവണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് US ഇടപെടലാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ സൈനിക മേധാവികൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയിലാണ് തീരുമാനമായതെന്ന് വ്യക്തമാക്കിയെങ്കിലും പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് പരസ്യ പ്രസ്താവന നടത്തുന്നത് ആദ്യമായാണ്. അതേസമയം ഇസ്രായേൽ-ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുത്തതായും റിപ്പോർട്ടുകൾ വന്നു. സുപ്രധാന നീക്കങ്ങൾ ചർച്ച ചെയ്യാനായി സിറ്റുവേഷൻ റൂമിൽ നടന്ന യോഗം 1.5 മണിക്കൂറോളം നീണ്ടുനിന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിയാഗോ ഗാർഷ്യയിലെ സൈനിക താവളത്തിൽ 4 അണുബോംബുകളും ആക്രമണത്തിന് സജ്ജമാക്കിയതായിട്ടാണ് റിപ്പോർട്ട്. അതേസമയം ഉന്നതതല യോഗത്തിന് ശേഷം ട്രംപ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും നടത്തിയിട്ടില്ല. ഇറാനിലെ പരമോന്നത നേതാവ് ഖമേനിക്കെതിരെ ട്രംപ് കഴിഞ്ഞ ദിവസം വധഭീഷണി മുഴക്കിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് എവിടെയാണ് ഉള്ളതെന്ന് അറിയാമെന്നും ഇപ്പോൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. സുപ്രീം ലീഡർ എന്ന് വിളിക്കപ്പെടുന്ന ആൾ എവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം ഒരു എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും അയാളെ ഇല്ലാതാക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഇപ്പോൾ വേണ്ട. എന്നാൽ സാധാരണക്കാരെയും അമേരിക്കൻ സൈനികരെയും മിസൈലുകൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ക്ഷമ തീർന്നുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് കുറിച്ചിരുന്നു. ഇറാന്റെ ആകാശത്തിന് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണവും സമ്പൂർണ്ണമായി നിയന്ത്രണമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.